സർ, നിലവിൽ ഇപ്പോൾ BLOമാരുടെ വിഷയങ്ങൾ സമ്മർദ്ദമുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. ഇന്നൊരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. അതിലവർ പറയുന്നത് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് പ്രതികരണം? അതിപ്പോൾ താങ്കൾ പറയുന്ന കാര്യം കോട്ടയത്ത് മുണ്ടക്കയം LICയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പിംഗ് ആണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മുടെ ജില്ലാ കളക്ടർ കോട്ടയം അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് അങ്ങനെ ഒരു പ്രയാസം അദ്ദേഹത്തിനൊന്നും ഇല്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടറോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം രാവിലെ മുതൽ തന്നെ ഡിജിറ്റൈസേഷൻ കൂടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. സോ ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഒരാൾക്ക് പ്രയാസം വരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. BLOക്കുള്ള ഒരു ടാർഗറ്റ് ഇല്ല, അവർ ചെയ്യേണ്ട ഒരു ജോലി BLOയുടെ ജോലി മാത്രമല്ല, നമ്മുടെ ഒരു കൂട്ടായ്മ പ്രവർത്തനമാണ്. അത് BLOയുടെ ടാർഗറ്റ് ആണെങ്കിൽ അത് COയുടെ ടാർഗറ്റാണ്, അത് DOയുടെ ടാർഗറ്റ് കൂടിയാണ്. സോ അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അങ്ങനെ സമ്മർദ്ദം ഉള്ളതായിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല. അതിൽ പറയാനുള്ള കാരണം നമ്മുടെ നിർദ്ദേശങ്ങൾ എല്ലാ ജില്ലാ കളക്ടർമാരും വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ജോലി ചെയ്യാൻ സാധിക്കണം. അവരുടെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്യാമ്പൊക്കെ വെച്ചിട്ടുള്ളത്. ഈ ക്യാമ്പിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസ് സ്റ്റാഫ് ഉണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്, പിന്നെ ജനങ്ങൾ, റെസിഡൻഷ്യൽ അസോസിയേഷൻ ആൾക്കാരെല്ലാം ഇവരെ സഹായിക്കുന്നുണ്ട്. സോ അങ്ങനെ സമ്മർദ്ദമായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം നമ്മുടെ അത് ഉദ്ദേശമേ അല്ല. നമ്മുടെ ഉദ്ദേശം ഒരു കൂട്ടായ്മ പ്രവർത്തനത്തോടു കൂടി നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാനുള്ളതേ ഉള്ളൂ. കോട്ടയം സ്വദേശിയായിട്ടുള്ള BLOയുടെ ഓഡിയോ പുറത്തു വന്നിരുന്നു, അത് കേട്ടിരുന്നോ? അത് ഞാൻ കേട്ടിരുന്നു. പിന്നെ ജില്ലാ കളക്ടറോട് ഞാൻ സംസാരിച്ചിരുന്നു. ജില്ലാ കളക്ടർ അദ്ദേഹത്തിൻ്റെ ടീമോട് കൂടി പോയിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് കാര്യങ്ങളെല്ലാം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രയാസം അദ്ദേഹത്തിനൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇപ്പോൾ ഇൻഫർമേഷൻ. പിന്നെ അദ്ദേഹം ഇപ്പോൾ രാവിലെ മുതൽ ഓൾറെഡി ഡിജിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജില്ലാ കളക്ടർ വളരെ താല്പര്യത്തോടു കൂടി അദ്ദേഹത്തിനെ കണ്ടിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് കാര്യങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഓഡിയോ സന്ദേശം വരാനുള്ള കാരണം എന്താണെന്നുള്ളത് ഇപ്പോൾ ജില്ലാ കളക്ടർ നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് കൃത്യമായിട്ട് അങ്ങനെ ആൾക്കൊരു പ്രയാസം ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ യോഗം ഉണ്ടായിരുന്നല്ലോ, അതിലുണ്ടായിരുന്ന നിർദ്ദേശങ്ങൾ ഏതെങ്കിലും തരത്തിൽ നടപ്പിലാകുന്നുണ്ടോ? ഏത് നിർദ്ദേശം ഉണ്ടായിരുന്നു? അതായത് ഈ സമ്മർദ്ദം കുറക്കുന്നതുമായി ബന്ധപ്പെട്ടോ, അതുപോലെ തന്നെ ഇത് ഭരണഘടനാപരമായിട്ട് ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണല്ലോ സർക്കാർ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു നിർദ്ദേശങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും? നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ നടക്കുന്ന എല്ലാ മീറ്റിങ്ങിന്റെ മിനിറ്റ്സ് നമ്മൾ ഇലക്ഷൻ കമ്മീഷനുക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷനുടെ മാൻഡേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നടപ്പിലാക്കി പോകുന്നത്. പിന്നെ ആൾക്കാർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ക്യാമ്പ്സ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത് താങ്കൾ BLO സഹായിക്കണം. രാഷ്ട്രീയ പാർട്ടികളോട് പറയുന്നത്, ബൂത്ത് ലെവൽ ഏജൻസോട് പറയുന്നത് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനെ സഹായിക്കണം. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എല്ലാവരുടെ സഹായം വേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരോടും ആവശ്യപ്പെടുന്നത്, ഇൻക്ലൂഡിങ് റെസിഡൻഷ്യൽ അസോസിയേഷൻസ്, നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനെ സഹായിക്കണം. അവരുടെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കാൻ നമ്മുടെ എല്ലാവരും കൂട്ടായ്മ പ്രവർത്തനത്തോട് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ വേറെ അഭിപ്രായ വ്യത്യാസം നമുക്കൊന്നുമില്ല. പിന്നെ ജനങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ഒരു സഹായം നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.